ഹായ്, ഇന്നത്തെ സ്റ്റോറിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ വർക്ക് പ്രഷറോ അല്ലെങ്കിൽ ജീവിതത്തിലെ ചുറ്റുപാടായിട്ടുള്ള കുറേ അധികം പ്രഷറുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് നമ്മളത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എല്ലാം കൂടി ബ്രേക്ക് ഡൗൺ ആവും. മീൻസ് ഈ പ്രഷർ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ പ്രഷർ കണ്ടിന്യൂ ചെയ്ത് വന്ന് അത് അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡ് പ്രഷറും എല്ലാം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് ഒരു ദിവസം നമ്മൾ കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്ക്. എന്ന് പറഞ്ഞാൽ അധികം സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി ബ്രേക്ക് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഈ ലൈഫിലുള്ള പ്രഷറിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അതിന് ഇമ്പ്രൂവ് ആകാൻ സാധിക്കും. ഇതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു 2 മിനിറ്റ് നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ചെയ്ത് പിടിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ വേദന എടുക്കാൻ തുടങ്ങും. നമുക്ക് ആകെ ഒരു ക്ഷീണം തോന്നും. ഇത് എവിടെയെങ്കിലും വെച്ചാൽ മതിയെന്ന് തോന്നും. ഇത് വെക്കാനൊരു സ്ഥലം അന്വേഷിച്ച് കിടക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതേസമയം നമ്മൾ ഒരു 5 മിനിറ്റ് പിടിച്ചു, പിന്നെ ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും വെച്ചു, പിന്നെ ഒരു അരമണിക്കൂർ പിടിച്ചിട്ടാണെങ്കിലും ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു റിലീഫ് ഫീൽ ചെയ്യും. നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യവും നമ്മുടെ ഓരോ ലൈഫിലുള്ള ഓരോ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ആ ഓരോരോ പ്രഷറും നമുക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ ദ ടൈം നമുക്കതൊരു വലിയൊരു ഭാരമായിട്ട് തന്നെ അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറിയിലേക്ക് കിടക്കാം. സ്റ്റോറി എങ്ങനെയാണ്? രാഹുൽ എന്ന് പറയുന്ന ഒരാൾ ഏകദേശം 35 വയസ്സോളമായി അദ്ദേഹം ഒരു കൊച്ചിയിലെ ഉള്ളൊരു വലിയൊരു കമ്പനിയിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും കൃത്യം സമയത്തിൽ തീർക്കാനായിട്ട് അദ്ദേഹത്തിനൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട്. എല്ലാ കാര്യവും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു കേപ്പബിലിറ്റി ഉണ്ട്. ആ കമ്പനിയിലെ ഏറ്റവും ടോപ്പ് പെർഫോമറായിട്ട് ഉള്ള ഒരാളാണ്. പുറമെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഭയങ്കര കളറാണ്. മീൻസ് നല്ല രീതിയിൽ ജോലി, ശമ്പളം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഭയങ്കര കേപ്പബിലിറ്റി. ഒരു പ്രസൻറ്റേഷനൊക്കെ ആണെങ്കിൽ അദ്ദേഹം ആ ഒരു പ്രസൻറ്റേഷൻ ഹാളിലുള്ള എല്ലാവരെയും ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ പ്രസൻറ്റേഷൻ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഒരു നല്ലൊരു ടോപ്പ് മാനേജറൽ മെറ്റീരിയലായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ അദ്ദേഹം ഒരു വൈകുന്നേരം ലേറ്റായിട്ടാണ് ഓഫീസിൽ നിന്ന് വരാറ്. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓഫീസിലുള്ള എല്ലാ പ്രഷറും ടെൻഷനും അദ്ദേഹത്തിന് തലയിൽ തന്നെ കിടക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലാരും സംസാരിക്കാറ് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു LP സ്കൂളിൽ പഠിക്കുവാണ്. അവൻ എന്തെങ്കിലും ഒരു പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും 5 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യമാണ് വരുന്നത്. കാരണം അദ്ദേഹത്തിന് ഓഫീസിലെ പ്രഷർ നാളെ ചെയ്തു തീർക്കാനുള്ള ടാസ്കുകളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരു ഒരു പ്രസൻറ്റായിട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഈവൻ അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിലും വളരെ ഡിസ്സാറ്റിസ്ഫൈഡ് ആണ് അദ്ദേഹത്തിൻ്റെ ഈ വർക്ക് ഹോളിക് നേച്ചർ കൊണ്ട്. പക്ഷേ അദ്ദേഹം ഇതൊരു പ്രോബ്ലം അല്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഓഫീസിലെ കാര്യങ്ങളും ഒരുപാട് ഡെഡ് ലൈൻസും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആയി തീർന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം വരും, ഓഫീസിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹം ഒരു വീട്ടിലൊരു പ്രസൻറ്റബിൾ ആയിട്ട് ഇരിക്കാറില്ല. എന്നും ആ ഒരു ടെൻഷനാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ഓഫീസിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാനുള്ള ടാസ്കുകളും അതിൻ്റെ ചിന്തയിൽ അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൽ ഇതെല്ലാം ചെയ്യുന്നു. ഭയങ്കര ഒരു ലൈഫിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു റെസ്റ്റ് ഫീൽ ചെയ്യോ, ഈവൻ അദ്ദേഹം ഒരു ലീവ് പോലും എടുക്കത്തില്ല. ഒരു ദിവസം റെസ്റ്റ് എടുക്കാനായിട്ട് ലീവ് എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെയും ഓവറോളായിട്ട് എൻ്റെ തലയ്ക്ക് തന്നെ വരും. കൂടുതൽ കഷ്ടപ്പെടാണ്ടിരിക്കുന്ന ലീവ് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ലീവ് പോലും എടുക്കാതെ അദ്ദേഹം ആ ഒരു വർക്കിൻ്റെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നു. അദ്ദേഹം അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹം ഒരു വലിയൊരു ക്ലയൻറ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ ഡെഡ് ലൈൻ റിവ്യൂ ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ പ്രസൻറ്റേഷൻ പോലെ റിവ്യൂ ചെയ്യുന്നു. ടീമിൽ എല്ലാവരും കോൺഫറൻസ് റൂമിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഓരോ ഡേറ്റ് ആയിട്ട് ഓരോരുത്തർ ചോദിച്ച് വെരിഫൈ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നു. ആ സമയം അദ്ദേഹത്തിന് പയ്യെ അദ്ദേഹത്തിൻ്റെ കണ്ണ് തള്ളി വരുന്ന പോലെ തോന്നി. നാക്കുകൾ ഇങ്ങനെ ഒരു പിടുത്തം വരുന്ന പോലെ തോന്നി. കൈയൊക്കെ ഇങ്ങനെ ഒരു ഷിവർ ചെയ്യുന്ന പോലെയൊക്കെ തോന്നി. അങ്ങനെയൊക്കെ അദ്ദേഹം വിചാരിച്ചു എന്തെങ്കിലും അദ്ദേഹം ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ അത് കൂടിക്കൂടി വന്ന് അദ്ദേഹം അവിടെ കൊളാപ്സ് ചെയ്ത് വീണു. അദ്ദേഹത്തിൻ്റെ കൊളീഗ്സ് എല്ലാവരും അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് പോയി ഒരു ആശുപത്രിയിൽ ചെന്നു. ഡോക്ടറെല്ലാം ഇപ്പോൾ അതുപോലെ ചെക്കപ്പ് ഒക്കെ നടത്തി. അന്നേരം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ആശുപത്രിയിലേക്കൊക്കെ വന്നു. ഡോക്ടർ അന്നേരം അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഒരു മൈനർ അറ്റാക്ക് പോലെ എന്തിനായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ടും കൂടിയിട്ട് ആണ് നിങ്ങൾക്ക് പ്രോബ്ലം വന്നത്. നിങ്ങളുടെ പ്രഷറെല്ലാം ഭയങ്കര കൂടുതലാണ്. ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബ്ലഡ് പ്രഷർ കൂടാൻ കാര്യമില്ല, ഓഫീസിൽ ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചോളാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ലൈഫിൽ കുറച്ചൊക്കെ ബ്രേക്കൊക്കെ എടുത്ത് കുറച്ച് ഇതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇനി
ഒരു വാർണിംഗ് അലാമായിട്ടായിരിക്കില്ല വരുന്നത്, നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു ത്രെട്ടനിങ് സിറ്റുവേഷൻ ആയിട്ടായിരിക്കും ഇത് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊരു കൺട്രോൾ ചെയ്യണം നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ വന്നു. അദ്ദേഹത്തിന് ഇതുവരെ ഫീൽ ചെയ്യാൻ തുടങ്ങി, ഇനി ബ്ലഡ് പ്രഷർ കൂടുന്നതായിട്ടും ഇനി കൂടുതൽ ഡേഞ്ചറായിട്ട് തന്നെ പോലെ അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഡോക്ടറിനെ ചെന്ന് ഇയാൾ കണ്ടു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം, നിങ്ങൾക്ക് തന്നെ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒരാളെ റെഫർ ചെയ്യാം. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറുണ്ട്. അദ്ദേഹം ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി വലിയൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതായത് വർക്കിംഗ് പ്രൊഫഷണൽസിന് അവരുടെ പ്രഷറും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു യോഗയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അവിടെ പോയി ഒന്ന് കൺസൾട്ട് ചെയ്ത് ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം സൺഡേ ആ ഒരു ടീച്ചറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വിചാരിച്ച ഒരു ക്ലിനിക്ക് പോലുള്ള ഒരു ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുന്നതാണ് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ, വീടിൻ്റെ ചുറ്റുമായിട്ട് ചെറിയൊരു ഗാർഡൻ, നടക്കാനുള്ള സ്ഥലവും കുറച്ച് ചെറിയൊരു കുളവും അങ്ങനെയൊക്കെയുള്ള വീടിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പല ആൾക്കാരും പല സ്ഥലത്തു നിന്ന് പല ഗാർഡനിങ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ടീച്ചറാണെങ്കിൽ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ കൂളായിട്ട് യാതൊരു വക ടെൻഷനും ഇല്ലാതെ ഇരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആദ്യം വിചാരിച്ചത് ഇവർക്കൊന്നും ലൈഫിൽ വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്ര സമയം ഇത്രയും കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, വേറെ സ്ട്രെസ്സും ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ജഡ്ജ്മെൻറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ ചെന്നു ടീച്ചറിൻ്റെ ഒരു കാര്യം പറയാനായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് ചെന്നു. അപ്പോൾ ടീച്ചർ നോക്കുന്ന ഓഫീസ് റൂമിലേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറൊരാൾ പറഞ്ഞു, ഈ ടീച്ചറോടെ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടിരിക്കുമായിരുന്നു. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ ആ ഓസും മേടിച്ചിട്ട് അയാളെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ടീച്ചർ അപ്പോൾ ഇയാളെയും കൊണ്ട് നേരെ കൺസൾട്ടിങ് റൂമിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ടീച്ചറിൻ്റെ ഓഫീസ് റൂം കൺസൾട്ടിങ് റൂമിൽ ടീച്ചറോട് വളരെ കൂളായിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കാവുന്ന രീതിയിൽ ആ ഒരു പ്രസൻറ്റബിൾ ലെവലിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാനിങ്ങനെ ഇങ്ങനെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, എൻ്റെ റോൾ പ്രൊജക്ട് മാനേജറാണ്, എനിക്ക് അതുകൊണ്ട് ഒരുപാട് ഡെഡ് ലൈൻസ് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രഷറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ പറയുമ്പോഴാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതൊക്കെ തീർത്തിട്ട് വേണം ജോലിക്ക് പോകാൻ എന്ന രീതിയിൽ ഭയങ്കര ധൃതി പിടിച്ചാണ് അദ്ദേഹം പറയുന്നതും ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അവിടെ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ടീച്ചറിനെ ഒഴിച്ചു വെച്ചു, രണ്ടുപേരും കുടിക്കാൻ വന്നു, ടീച്ചറിനും അയാളും കുടിക്കാൻ വേണ്ടി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടെ ശുദ്ധവായൊക്കെ പുറത്ത് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇയാളപ്പുറത്ത് അത്ര നേരം വെള്ളം കുടിച്ചോളൂ. ടീച്ചർ വെള്ളം കുടിച്ചെടുത്ത് ടീച്ചറുടെ ഗ്ലാസ് അവിടെ വെച്ചു. അപ്പോൾ ആ ടീച്ചർ അയാളോട് പറഞ്ഞു, നിങ്ങൾ ആ ഗ്ലാസ് കയ്യിലെടുത്തോളൂ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം, എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയ ഗ്ലാസ് അല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഗ്ലാസ്സിലെ വെള്ളമായിട്ട് എടുത്തു. ഇങ്ങനെ നടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കി പ്രോബ്ലംസ്, വർക്ക് സ്ട്രെസ്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്ലാസ്സിങ്ങനെ കൈ പിടിച്ചാലും അതിനൊരു വെയിറ്റ് ഉള്ള കാരണം അയാളോട് വെക്കാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇല്ല നിങ്ങൾ പിടിച്ചിട്ടുണ്ടാവും, നമുക്ക് ഇനി ഓഫീസിൽ തന്നെ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ഒരു റൗണ്ട് ഫുള്ള് നടന്നിട്ട് വന്നിട്ട് ഓഫീസിൽ വെക്കാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ നടന്നു, അത്രയും കയ്യിൽ പിടിച്ചു. അപ്പോൾ ഒരു 10 മിനിറ്റോളം നടന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഈ ഗ്ലാസ് കയ്യിലിരിക്കുന്ന ഭയങ്കര വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതേപോലെ വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങളിപ്പോൾ കുടിക്കണ്ട, ഇനി അവിടെ തന്നെ കുടിച്ചാൽ മതി, ഗ്ലാസ് അങ്ങനെ തന്നെ പിടിച്ചോളാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് നടന്നപ്പോഴും അദ്ദേഹത്തിന് വെയിറ്റ് ഫീൽ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്ര നേരമായി ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ചിട്ടിരിക്കുന്നു, ഇതിനൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിത് കുടിച്ചു നിർത്തിട്ട് അവിടെ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണു പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ തിരിച്ചയാൾ പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നിങ്ങളിങ്ങനെ ഓവറായിട്ടുള്ള സ്ട്രെസ്സും പല വർക്ക് പ്രഷറുകളും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു, അതിനൊരിക്കലും ഇടയ്ക്കൊരു ബ്രേക്ക് പോലും എടുക്കുന്നില്ല. അങ്ങനെ ബ്രേക്ക് എടുക്കാതെ വന്നു കഴിയുമ്പോൾ അത് ഓവർ തന്നെ നിങ്ങൾക്കത് വലിയൊരു ലോഡായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ അതേസമയം എവിടെയെങ്കിലും 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു ലോഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആ കാര്യം കത്തി. ഈ ചെറിയൊരു ഗ്ലാസിൻ്റെ ഭാരം പോലും അദ്ദേഹത്തിന് ഒരു അരമണിക്കൂർ കൂടുതൽ, ഒരു 15 മിനിറ്റ് കൂടുതൽ താങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അതൊരു എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് റിലീഫ് കിട്ടുന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഒരുപാട് ഡെഡ് ലൈൻസ് ഒക്കെ ഉള്ളതാണ്, എനിക്കതൊക്കെ കറക്റ്റായിട്ട് എപ്പോഴും ഫോളോ ചെയ്തില്ലെങ്കിൽ കൂടുതൽ പ്രശ്നമെന്ന് പറഞ്ഞു. നിങ്ങൾ അധികം നേരമൊന്നും ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ രാവിലെ ഒരു ഓഫീസിലേക്ക് പോയേക്കാൻ ഒരു 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ സ്ലോയിൽ സമാധാനമായിട്ട് ചെയ്യുക. നിങ്ങൾ 5 മിനിറ്റോടെ സ്പെൻഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസിൽ 5 മിനിറ്റ് കൊണ്ട് പ്രത്യേകിച്ചൊന്നും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അത്ര ക്രിട്ടിക്കലായിട്ട് ഡെഡ് ലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഈ 5 മിനിറ്റിന് വേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ട. അതുപോലെ തന്നെ ഉച്ചയ്ക്കാണെങ്കിലും നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ സമാധാനമായിട്ട് വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക. വൈകിട്ട് വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കുക. അന്നേരം വേറെ ഒരു ഓഫീസിലെ കാര്യങ്ങളും ചിന്തിക്കേണ്ട, അതൊക്കെ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് മാറിയെന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു,
ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യ ദിവസം അദ്ദേഹം ഓഫീസിലേക്ക് രാവിലെ എഴുന്നേറ്റു. അതുപോലെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചിന്ത തലയിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ഫോഴ്സ്ഫുള്ളി ഒരു 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ എന്ത് ചെയ്തിട്ട് അത് സാധിക്കുന്നില്ല. കാരണം ഇത്ര നാളത്തെ റൊട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഓഫീസിലെ കാര്യങ്ങളും അതിൻ്റെ ഒരു ടൈം ലൈനും ഡെഡ് ലൈനൊക്കെ റിവ്യൂയിലൊക്കെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മൈൻഡിൽ നടക്കുന്നത്. അതൊക്കെ 5 മിനിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതൊരു അരമണിക്കൂറോളം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണ പോലെയൊക്കെ ഫീൽ ചെയ്തു. ഒരു മിനിറ്റ് കഴിഞ്ഞത്തേക്ക് അദ്ദേഹത്തിനൊക്കെ റെസ്റ്റ്ലെസ് ആയി. പക്ഷെ അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അങ്ങനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഓഫീസിലെത്തി. ഓഫീസിലെ രാവിലെ തന്നെ പല ക്ലയൻസിൻ്റെ മെയിൽസും പല റിവ്യൂവിൻ്റെ ക്യൂറീസും അതൊക്കെ എല്ലാം അദ്ദേഹം റിവ്യൂ ചെയ്തു, റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് വർക്ക് സ്ട്രെസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ പറഞ്ഞേക്കണേ പോലെ അദ്ദേഹം ഒരു അലാറം വെച്ചിട്ട് ഒരു 5 മിനിറ്റത്തേക്കുള്ള ഒരു ടൈമർ വെച്ചിട്ട് ബ്രേക്ക് എടുക്കാൻ ശ്രമിച്ചു. അന്നേരം പല ചിന്തകളും തലയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഫോഴ്സ്ഫുള്ളി അതിനൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് എത്താൻ വേണ്ടി അദ്ദേഹം 5 മിനിറ്റ് ആയോ നോക്കിക്കൊണ്ട് ഇരിക്കാൻ തുടങ്ങി. അതായത് ഒരു അരമണിക്കൂർ പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തെങ്കിലും അദ്ദേഹം ഒരു ലിമിറ്റ് വരെയൊക്കെ കാര്യങ്ങളിലേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അന്നേരം അദ്ദേഹത്തിന് ശരിക്കും നല്ല രീതിയിലൊരു റിലാക്സ് ആയിട്ട് കിട്ടി. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഓരോ പയ്യെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒന്ന് സെറ്റിൽ ചെയ്യലും പിന്നെ പല ഫയൽസുകളെല്ലാം കിടക്കുന്നതൊക്കെ എല്ലാം അടുക്കി വെക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 5 മിനിറ്റിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിനൊരു ചെറിയ റിലാക്സേഷൻ കിട്ടി. അങ്ങനെ വൈകുന്നേരവും ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് അദ്ദേഹം തൻ്റെ ബിസി ലൈഫിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ആദ്യ ദിവസം കടന്നു തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഷർ അദ്ദേഹത്തിന് ചെറിയ രീതിയിലൊരു റിലാക്സ് കിട്ടണമല്ലോ നീ. അങ്ങനെ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ കടന്നുപോയി. രണ്ടാമത്തെ ആഴ്ച കഴിയുമ്പോൾ ഈ 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എടുക്കുന്ന പോലെ തോന്നിയുള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രഷർ ലെവലും എല്ലാം കുറയുന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസത്തോളമൊക്കെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തെത്തി. ഈ 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം അദ്ദേഹം അതിനുവേണ്ടി മാത്രമായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ തുടങ്ങി. അതായത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും അന്നേരം ബാക്കി എല്ലാ ഓഫീസ് കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുകയും ഇത് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഓൾമോസ്റ്റ് ഒരു സെറ്റിലായി വന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ക്ലയൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഡെഡ് ലൈൻ റിവിഷൻ സംഭവിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു പാനിക് സിറ്റുവേഷൻ കമ്പനിയിൽ വരുന്നു. എല്ലാവരും പാനിക് ആവുന്നു. എല്ലാവരും ഇതിനു വേണ്ടി പല കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നു, ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും വന്നപ്പോൾ ഓഫീസിൽ ഈ ആളൊഴിച്ച് ഈ ഡേവിഡ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് പാനിക്കായിരുന്നു. ഡേവിഡ് വളരെ കൂളായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പയ്യെ റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യാനും മൈൻഡ് ഭയങ്കരമായിട്ട് റീഫ്രഷ് ചെയ്ത് അദ്ദേഹത്തിന് എല്ലാം പ്ലാൻ ചെയ്യാൻ സാധിച്ചു. അതെല്ലാം നല്ല പ്ലാൻ ചെയ്യുന്നു. ക്ലയൻറ്റിന് അത് കഴിഞ്ഞിട്ട് ഈ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ഫോം വിളിക്കുന്നു. ക്ലയൻറ്റിനോട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ക്ലയൻറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് കേട്ട് മനസ്സിലാക്കി അതിന് ഇവർക്ക് ഡെഡ് ലൈൻ കുറച്ചുകൂടി കറക്റ്റായിട്ട് ഒരു റിയലിസ്റ്റിക് ഫിഗറിലേക്ക് റിവൈസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയെല്ലാം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ CEO വരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും സ്ട്രെസ്സുള്ള ഒരു പ്രൊജക്റ്റ്, ഇത്രയും സ്ട്രെസ്സുള്ള കാര്യം ഭയങ്കര കൂളായിട്ട് അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു. സാധിച്ചതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ മൊത്തം ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് റീസെറ്റ് ആവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം അദ്ദേഹം നല്ല രീതിയിൽ പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു. എല്ലാ ദിവസവും കുറച്ചു നേരം മൈൻഡിനെ റീസെറ്റ് ചെയ്യാനും സ്ലോ ഡൗൺ ചെയ്യാനും വേണ്ടി മാത്രമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നു. അത് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അന്നേരം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു ആ ടീച്ചറെ പോയി ഒന്നുകൂടെ കാണണം, ഒരു നന്ദി പറയണം. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും സ്ലോ ഡൗൺ ചെയ്യാനും ഇതിങ്ങനെ 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ 5 മിനിറ്റ് എന്നുള്ള രാവിലത്തെ സമയം ഒരു അരമണിക്കൂർ വരെയൊക്കെ അദ്ദേഹത്തിന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചു. ഈ ഇങ്ങനെ ബ്രേക്ക് എടുത്ത് മൈൻഡിനെ വലിയ ചിന്തകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാനും വീട്ടിലെ കാര്യങ്ങൾക്കും ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലൈഫ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫാണെങ്കിലും കുറച്ചുകൂടെയും കളർഫുള്ളായി ആ ഒരു നല്ല സ്മൂത്തായിട്ട് മാറാൻ തുടങ്ങി. അവരൊന്നും എല്ലാം സെറ്റ് ആയി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ ടീച്ചറിന് നന്ദി പറയാതെ ചെല്ലാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ടീച്ചർ ഇങ്ങനെ ചെടിക്ക് ഇങ്ങനെ വെള്ളം വെച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, ഇപ്പം എന്നെ ചെയ്യണം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ ഒരു പ്രസന്റ് ലെവലിലൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ട്, അധികം സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ടീച്ചറോട് ഈ ചെടി നനച്ചോളാൻ പറഞ്ഞു. ആ ചെടി നനച്ചിട്ടിരുന്നപ്പോൾ ഒരാൾ ഇതുപോലെ തന്നെ പണ്ട് 2 മാസം മുമ്പ് ഇദ്ദേഹം ആ ടീച്ചറെ കാണാൻ വന്ന പോലെ വരുന്നുണ്ട്. പറഞ്ഞു ഞാൻ ഈ ചെടി നനച്ചോളാം. ടീച്ചർ പോയി അയാളോട് കൺസൾട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഇയാൾ വളരെ കൂളായിട്ട് സംസാരിച്ചിട്ട് ഇരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവൻ്റെ കാര്യം മനസ്സിലാവണേ. ഇവൻ വന്നപ്പോഴും അവിടെ പണ്ട് ചെടി നനച്ചിട്ടിരുന്നു, ചെടികളുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന പല ആൾക്കാരും ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വന്ന് ആ മൈൻഡ് കൂളായിട്ട് വളരെ കൂളായിട്ട് ലൈഫ് മാറിയതിന് ശേഷം അങ്ങനെ കൂളായിട്ട് ചെയ്യാൻ സാധിച്ചവരാണ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബേസ് ഇതാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടിക്കൂടി വന്ന് ഭയങ്കര സ്ട്രെസ്സായി മാറുള്ളൂ. പക്ഷെ അതേസമയം നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് ആ സ്ട്രെസ്സിൻ്റെ ലെവൽ കുറയുകയും ചെയ്യും. നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ.